നമസ്കാരം. വടക്കൻ ഇസ്രായേലിലേക്ക് ലെബനനിൽ നിന്ന് നിരന്തരം ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് മുന്നറിയിപ്പുമായി വീണ്ടും ഇസ്രായേൽ സൈനിക മേധാവി തന്നെയാണ് ഇക്കാര്യത്തിൽ ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ കർശന നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട്. ഇസ്രായേൽ സൈനിക മേധാവി ഹെർസായ് ഹലേവി തന്നെയാണ് ഇന്നലെ പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ മേഖലയിലേക്ക്, ജനവാസ മേഖലകളിലേക്കൊക്കെ തന്നെ നിരന്തരമായി ഷെൽവർഷം നടത്തിയിരുന്നു. എന്നാൽ ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ ശക്തമായ പ്രതിരോധം തന്നെയാണ് തീർക്കുന്നത് എന്ന് ഹലേവി ചൂണ്ടിക്കാട്ടി. അതിനായി അവിടെ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സൈനികരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഹമാസിനും മറ്റും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഷെല്ലാക്രമണവും റോക്കറ്റ് ആക്രമണവും എല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഡ്രോണുകളും ഇവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതിന് പ്രത്യാഘാതമായി ഇസ്രായേൽ പലതവണ സിറിയയിലേക്കും ലെബനിലേക്കും എല്ലാം കടന്നു കയറി ഇവരുടെ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. ഇതിനോടകം ഏതാണ്ട് 290ഓളം ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇവർ ഇസ്രായേലിനെതിരെ തിരിഞ്ഞ ആ ദിവസം തൊട്ട് 290ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത്. വ്യോമസേനയുടെ വിമാനങ്ങളും റോക്കറ്റുകളും ഷെല്ലുകളും എല്ലാം ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കി എന്നാണ് സൂചന. എങ്കിലും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്ക് ഇറാനിൽ നിന്ന് വ്യാപകമായ തോതിൽ സഹായം ലഭിക്കുന്നുണ്ട്. എത്രത്തോളം ഇസ്രായേൽ അവരെ ആക്രമിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ആയുധങ്ങളും സഹായവും പരിശീലനവും എല്ലാം തന്നെ ഇറാനിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് ഇവർ ഇത്രയും ധൈര്യമായി ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ ഇത്തരത്തിലുള്ളൊരു തീവ്രവാദ സംഘടന തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇസ്രായേലിൻ്റെ സൈനിക മേധാവി ഹലേവി തന്നെ നേരിട്ട് ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അത് യുദ്ധമുഖത്ത് തന്നെ അദ്ദേഹം സന്ദർശിക്കുകയും കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ നേരിട്ട് മനസ്സിലാക്കി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർക്ക് നൽകും എന്നാണ് കരുതപ്പെടുന്നത്. റഫായിലെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുന്നതിനേക്കാളും നല്ലത് ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂതി മുതലെ എല്ലാം ഇല്ലാതാക്കുന്നതാണ് എന്നുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ നിർദ്ദേശം ഒരുപക്ഷെ നടപ്പിലാക്കാനായിരിക്കും ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഹലേവി ഈ യുദ്ധ മുന്നണി തന്നെ ഈ പ്രധാനമായും ഇവർ ആക്രമണം നടത്തുന്ന മേഖലയിൽ തന്നെ നേരിട്ട് സന്ദർശനം നടത്താൻ തയ്യാറായത് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നലെ വടക്കൻ ഇസ്രായേലിൽ നടന്ന 4 ഷെല്ലാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള തീവ്രവാദ സംഘടന ഏറ്റെടുത്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിവിധ മേഖലകളിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇവരുടെ ആയുധ സന്നാഹങ്ങൾ, ഇവരുടെ റോക്കറ്റ് ലോഞ്ചറുകൾ, ഇവരുടെ മറ്റു കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇവയെല്ലാം തന്നെ തകർക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് മറ്റ് തീവ്രവാദ സംഘടനകളുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഹമാസുമായും അതല്ലെങ്കിൽ ഇറാനുമായും ഒക്കെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ള നേതാക്കൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ആഞ്ഞടിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്.